ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മല്ലു ട്രാവലർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്ളോഗറാണ് മല്ലു ട്രാവലർ. അദ്ദേഹം ആദ്യകാലത്തെ വ്ളോഗർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ട്രാവൽ വ്ളോഗേഴ്സ് ഒക്കെ ഒരു ഹിറ്റായിക്കൊണ്ടിരുന്ന സമയത്ത് വന്ന ഒരു വ്യക്തിയാണ് ഈ മല്ലു ട്രാവലർ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം സുജിത്തൊക്കെ വന്നു. സുജിത്തൊക്കെ വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ ട്രാവൽ വ്ളോഗുകളൊക്കെ ഭയങ്കരമായിട്ട് ആളുകൾ കാണാൻ തുടങ്ങി. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ട്രാവൽ വ്ളോഗ് അല്ലെങ്കിൽ ട്രാവൽ കാണുന്നത് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരം എന്ന് പറയുന്ന ഒരു സീരീസിലൂടെയാണ്. അത് കഴിഞ്ഞിട്ട് ഈ യൂട്യൂബ് ഒക്കെ വന്ന സമയത്താണ് നമ്മൾ ഈ ലോകം ശരിക്കും കണ്ടിട്ടില്ല എന്ന് പറയാം. നമ്മൾ ഈ ഇന്ത്യ കണ്ടിട്ടില്ല, നമ്മൾ ഈ കേരളം മുഴുവൻ കണ്ടിട്ടില്ല, നമ്മൾ ഈ വേൾഡിലെ പല രാജ്യങ്ങളും കണ്ടിട്ടില്ല, നമുക്കത് കാണാനുള്ള അവസരങ്ങളില്ല. അപ്പൊ ഇത്തരം വീഡിയോസ് വരുമ്പോൾ നമ്മളത് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കാണുന്ന ഒരു രീതിയായിരുന്നു ഈ യൂട്യൂബ് ഒക്കെ തുടങ്ങിയ സമയത്തുള്ളത്. ഈ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരത്തിന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ആയിരുന്നു ഈ ട്രാവൽ വ്ളോഗേഴ്സ് നമുക്ക് വേണ്ടി കൊണ്ടുവന്നത്. ഇപ്പൊ സുജിത്തിന്റെ ഒക്കെ വ്ളോഗ് കാണണമെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ഒരു യാത്ര ചെയ്യുന്ന ഫീലാണ്. നമ്മളോട് ആ സുജിത്ത് സംസാരിച്ചുകൊണ്ട് വ്ളോഗ് എടുക്കുന്നു. അപ്പൊ നമ്മളും അവരുടെ കൂടെ ഉള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ വ്ളോഗൊക്കെ ആസ്വദിച്ച് കാണുന്നത്, അല്ലെങ്കിൽ കൂടെ യാത്ര ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഈ വ്ളോഗുകളൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ട്രാവൽ വ്ളോഗുകൾ ഭയങ്കര ഹിറ്റായിരുന്നു ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ. നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ ഈ ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ നടത്തി. അപ്പൊ ഇന്ത്യ മുഴുവൻ കാണാൻ പറ്റുകയാണ്. അവർ ഈ കുറഞ്ഞ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യുന്നു, ഇന്ത്യ മുഴുവൻ കാണുന്നു, തമിഴ്നാട്ടിൽ പോകുന്നു, കർണാടകയിൽ പോകുന്നു, ആന്ധ്രയിൽ പോകുന്നു, പിന്നെ അങ്ങനെ മേലേക്ക് നോർത്ത് ഈസ്റ്റ് ഒക്കെ പോകുന്നു. അപ്പൊ നമ്മളൊക്കെ ഇത് വളരെ ആസ്വദിച്ച് കാണുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ട്രാവൽ വ്ളോഗേഴ്സ് എല്ലാവരും വരുന്നത്. നമ്മുടെ മല്ലു ട്രാവലർ വരുന്നത്, ഈബുൾ ജെറ്റ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ വ്ളോഗേഴ്സും, കേരളീയൻ, അങ്ങനെ കുറെ ചാനലുകൾ ആ സമയത്താണ് വരുന്നത്. അതേപോലെ തന്നെ കുറെ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ടായിരുന്നു. ടിൻപിൻ സ്റ്റോറീസ് പോലെയുള്ളത്, നമ്മുടെ മിഥുൻ ശങ്കർ ഒക്കെ പോലെയുള്ള ആളുകൾ. അവരൊക്കെ ഒരുപാട് ഓൾ ഇന്ത്യ ട്രിപ്പ് നടത്തുക, അങ്ങനെയൊക്കെ ഒരുപാട് വ്യൂസ് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് വന്ന ആളാണ് ഈ മല്ലു ട്രാവലർ എന്ന് പറയുന്നത്. മല്ലു ട്രാവലറിനെ നിന്ന് വ്യത്യസ്തനാക്കിയെന്ന് പറഞ്ഞാൽ മല്ലു ട്രാവലർ ഈ വേൾഡ് മുഴുവൻ 2 വർഷമോ 3 വർഷമോ എന്തോ എടുത്തിട്ട് കറങ്ങി കാണുമെന്ന് പറഞ്ഞിട്ട് ഒരു ട്രാവൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മളത് കരുതുന്നത് ആ പുള്ളി 2 വർഷം 3 വർഷം നാട്ടിലേക്കേ വരാതെ ഈ ലോകം മുഴുവൻ ഇങ്ങനെ കറങ്ങി ബൈക്കിലാണെന്നാണ് എന്റെ ഓർമ്മ, കാറിലല്ല. അപ്പൊ കറങ്ങി കാണാൻ പോവുകയാണ് എന്നുള്ളതിലായിരുന്നു അത്. അതെന്ന് പറഞ്ഞാല് ഒരു 1000കണക്കിന് ജനങ്ങളാണ് അതിന്റെ ഒരു ഫ്ലാഗ് ഓഫിൽ പങ്കെടുത്തത്. ഈ കേരളത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസ് ആ യാത്രയുടെ ആരംഭത്തിൽ പങ്കെടുക്കുന്നു, ആ ഫ്ലാഗ് ഓഫിന് വേണ്ടി ചെല്ലുന്നു, ഭയങ്കര ആഘോഷമായിട്ട് അദ്ദേഹം ആ യാത്ര തുടങ്ങുന്നു. അങ്ങനെയാണ് ഈ ഷാക്കീർ എന്ന് പറയുന്ന മല്ലു ട്രാവലർ നമ്മളുടെയൊക്കെ ഒരു മനസ്സ് കയറുന്നതെന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് അദ്ദേഹം യാത്ര തുടങ്ങി കുറച്ച് രാജ്യങ്ങളൊക്കെ പോയി. കുറച്ച് രാജ്യങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇടയിൽ എന്തോ കാരണം പറഞ്ഞ് വീട്ടിലേക്ക് വന്നു. പിന്നീട് വീണ്ടും പോയി. പിന്നീട് അദ്ദേഹം വീണ്ടും വീട്ടിലേക്ക് വന്നു. അപ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് അദ്ദേഹം 2-3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യല്ല, ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യാണ്. എന്ന് വെച്ചാൽ നമ്മളെ ഒരു പറ്റിച്ചൊരു ഫീല് നമുക്ക് ആദ്യമായിട്ട് വരികയാണ്. ആ സമയത്ത് മുതൽ അദ്ദേഹത്തിന് ഹേറ്റേഴ്സും വരാൻ തുടങ്ങി. അദ്ദേഹത്തിനെ കുറിച്ച് നീ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പറ്റിച്ചു, തിരിച്ചു വന്നു എന്നൊക്കെയുള്ള വിഷയങ്ങൾ. അപ്പൊ അദ്ദേഹമൊക്കെ വിശദീകരിച്ച് അദ്ദേഹം രംഗത്ത് വരുന്നുണ്ടായി. ആ സമയത്ത് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഒരു വീഡിയോ ഇട്ടാൽ 10 ലക്ഷം ആൾ കാണുന്നു, 20 ലക്ഷം ആളുകൾ കാണുന്നു. ഒരുപാട് പ്രശസ്തി കിട്ടുന്നു, ഒരുപാട് പണം കിട്ടിയിട്ടുണ്ടാവണം. എന്തായാലും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് കാര്യമായ മാറ്റം വരുന്നു. ആളുകളൊക്കെ മല്ലു ട്രാവലിന് ഷാക്കീറിന് ഭയങ്കര അഹങ്കാരാണ് എന്നൊക്കെ പറയുന്ന ഒരു ലെവലിലേക്ക് മാറുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ആദ്യത്തെ വിവാദം വരുന്നത്, അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ പിന്നീട് ഉണ്ടായി വന്നു വെച്ചാലും അദ്ദേഹത്തിനെ കുറിച്ചുള്ള ആദ്യത്തെ വിവാദം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു. അദ്ദേഹത്തിന് ഒരു മോനുണ്ട്, ഭാര്യയുണ്ട്. അപ്പോ ആ മോനെ കുറിച്ച് പറയുന്നു. ആ മോൻ ഇപ്പൊ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഭാര്യയുടെ അല്ല, അദ്ദേഹം ആദ്യം വിവാഹിതനായിരുന്നു. അതിലുള്ള മോനാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത്. ആദ്യത്തെ ഭാര്യ വേറൊരാളോട് കൂടെ പോയതാണ് എന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നു. അതോടുകൂടെ ഭയങ്കര സപ്പോർട്ടായി അദ്ദേഹത്തിന്. ഭാര്യ ഒളിച്ചോടി പോകുന്നു, കുട്ടീനെ അദ്ദേഹം ഏറ്റെടുക്കുന്നു, ഭാര്യയ്ക്ക് കൊടുക്കില്ല എന്ന് പറയുന്നു. എന്നിട്ട് ആ കുട്ടിയെ പൊന്നുപോലെ നോക്കുന്നു. അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന് വിവാഹമൊന്നും ശരിയാവാത്ത ഭയങ്കര ട്രാജിക് ആയിട്ടുള്ള സ്റ്റോറികൾ അദ്ദേഹം പറയുന്നു. ഒരുപാട് ആലോചിച്ചപ്പോ നിന്റെ ഭാര്യ പോയതല്ലേ, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും എന്ന് പറഞ്ഞിട്ട് പലരും വിവാഹത്തിന് തയ്യാറാവുന്നില്ല, പല കുടുംബങ്ങളും തയ്യാറാവുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഭാര്യ, അവരുടെ പേര് ബൽക്കീസ് അങ്ങനെ എന്തോ ആണ്, ആ ഒരു പെൺകുട്ടി അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. ആ പെൺകുട്ടി വരുന്നു, ആ മകനെ, അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയിലുള്ള മകനെ പൊന്നുപോലെ നോക്കുന്നു. അങ്ങനെ അദ്ദേഹം ഭയങ്കര ഒരു ഹീറോ പരിവേഷത്തിൽ യൂട്യൂബിലേക്ക് മാറുകയാണ്. യാത്രകളൊക്കെ വളരെ കുറഞ്ഞു, എന്നാലും ഇടയ്ക്കൊക്കെ യാത്രകൾ ചെയ്യും. ലണ്ടൻ അങ്ങനത്തെ സ്ഥലങ്ങളിൽ, വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ പോകും, യാത്ര ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ വലിയ വലിയ വാഹനങ്ങൾ വാങ്ങുന്നു. ഈ വിദേശത്തു നിന്നൊക്കെ വാഹനങ്ങൾ ഇങ്ങോട്ട് ഇന്ത്യക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് അത് ഭയങ്കര ആഘോഷമായിട്ട് എറണാകുളത്തൊക്കെ വരുന്ന വാഹനം, അദ്ദേഹത്തിന്റെ നാട് കണ്ണൂരാണ് തോന്നുന്നു, അതുവരെ ആ വാഹനം ആനയിച്ചു കൊണ്ടുപോകുന്നു. ആളുകളൊക്കെ വീഡിയോ എടുക്കുന്നു. അദ്ദേഹം
ഭയങ്കര ഒരു ഫെയിമിലെത്തുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ രംഗത്ത് വരുന്നുണ്ട്. അത് അദ്ദേഹത്തിന് ഭയങ്കര ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയ രണ്ടാമത്തെ ഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞ സ്റ്റോറി അദ്ദേഹം പറഞ്ഞ സ്റ്റോറിയായിട്ട് യാതൊരു വിധത്തിലുള്ള കണക്ഷനും ഉള്ളതായിരുന്നില്ല. അദ്ദേഹത്തിന്റെ വൈഫ് പറയുന്നത് ആ വൈഫിന്റെ 13 14 എന്തോ വയസ്സുള്ള സമയത്ത്, വളരെ ചെറിയ പ്രായത്തിൽ 15 16 വയസ്സ് ആ സമയം കൂട്ടാം, ആ സമയത്താണ് ഈ മല്ലു ട്രാവലർ ഇവരെ വിവാഹം കഴിക്കുന്നത്. ലവ് മാരേജ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഈ വ്യക്തി മല്ലു ട്രാവലറിലെ ഈ ഷാക്കിർ എന്ന് പറയുന്ന വ്യക്തി വളരെ മോശം ഒരു ക്യാരക്ടർ ആയിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നുണ്ട്. ആ വീട്ടിലുള്ള എല്ലാ സ്ത്രീകളെയും ഇദ്ദേഹം മോശമായിട്ട് സമീപിച്ചു. ഈ പെൺകുട്ടിയുടെ സ്വന്തം വൈഫിന്റെ അമ്മയെ വരെ ഇദ്ദേഹം വളരെ മോശമായിട്ട് എന്തോ മോശമായിട്ടുള്ള ഫോട്ടോ എടുക്കുക, അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായി. എന്നിട്ട് അദ്ദേഹത്തിന് അതിന്റെ പേരിൽ ഒരുപാട് വിഷയങ്ങളുണ്ടായി. ആ വീട്ടിലെ പല സ്ത്രീകളും ഇദ്ദേഹം കാരണം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ഈ സ്ത്രീ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഇദ്ദേഹം കാരണം. അവസാനം ആണ് ഈ പെൺകുട്ടി വേറൊരാളോട് കൂടെ പോയതെന്ന് പറയുന്നു. അതല്ല, ആ പെൺകുട്ടി ഡിവോഴ്സ് ആയ ശേഷം, എന്ന് വെച്ചാൽ ഇദ്ദേഹമായിട്ട് പിരിഞ്ഞ ശേഷമാണ് വീണ്ടും ഒരു വിവാഹം കഴിച്ചതെന്ന് എന്തോ ഈ പെൺകുട്ടി അവകാശപ്പെടുന്നുണ്ട്. അത് എന്തൊക്കെയോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഇദ്ദേഹത്തിന് വീണ്ടും ഒരു നെഗറ്റീവ് ഇമേജിലേക്ക് വരികയാണ്. കേസ് വളരെ മോശപ്പെട്ട കേസാണ് വരാൻ സാധ്യത. കാരണം പ്രായപൂർത്തിയാവാത്തതാണ് അദ്ദേഹത്തിന്റെ വൈഫ്. ആ വൈഫിനെയാണ് അദ്ദേഹം മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് ആ സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് ഹേറ്റേഴ്സും നെഗറ്റീവും വീണ്ടും വന്നു. പിന്നീടും ഇദ്ദേഹം ട്രാവലുകളൊക്കെ ചെയ്യുന്നു, വലിയ വീട് വെക്കുന്നു. അപ്പൊ വീണ്ടും ഒരുപാട് ആളുകള്, അതിന്റെ ഇടയിൽ ഇദ്ദേഹം അഹങ്കാരത്തോടു കൂടെ പല വീഡിയോയും ചെയ്യുന്നു. എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ കമന്റ് ഇട്ട ആളുകളെ വളരെ മോശമായിട്ട് വലിയ വലിയ വീഡിയോ ചെയ്യുന്നു, വെല്ലുവിളിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് അഹങ്കാരത്തിന്റെ ഒരു പീക്ക് എന്ന് പറയാവുന്ന ലെവലിൽ ആളുകൾ കാണുന്ന രീതിയിലായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന്റെ പെരുമാറ്റം. ആ സമയത്ത് അദ്ദേഹം അടുത്ത വിവാദം ഉണ്ടാക്കി വെക്കുന്നു. അത് അദ്ദേഹത്തിന് വേറൊരു യൂട്യൂബർ പെൺകുട്ടിയായിട്ട്, ആ പെൺകുട്ടി ഒരു UK ബേസ്ഡ് ആയിട്ടുള്ള പെൺകുട്ടി, മലയാളി പെൺകുട്ടിയായിരുന്നു, മുസ്ലിം പെൺകുട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു. അപ്പോൾ അവർക്ക് നമ്മൾ മുൻപും ചർച്ച ചെയ്ത വിഷയമാണ്, അവർക്ക് 2 3 ഒക്കെ വിവാഹം കഴിക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല. ഒരു ഭാര്യ ഇരിക്കുമ്പോൾ തന്നെ ഒരു വിവാഹം കഴിക്കാന്നുള്ളതാണ് അവരുടെ മതം പറയുന്നതെന്ന് പറയുന്നു. എന്തായാലും ഈ പെൺകുട്ടിയായിട്ട് ഈ ഷാക്കീർ അടുപ്പത്തിലാവുന്നു നമ്മൾ അറിയുന്നില്ല. പക്ഷെ ആ പെൺകുട്ടിയായിട്ട് ധാരാളം വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ലണ്ടനിൽ പോകുമ്പോൾ വീഡിയോസ് ചെയ്യുന്നു, അവരൊന്നിച്ച് കൈകോർത്ത് പിടിക്കുന്ന, മുഖം കാണിക്കാത്ത ചില വീഡിയോസ് ഒക്കെ വരുന്നു. നമ്മൾ അദ്ദേഹത്തിന്റെ വൈഫാണോ അതോ ഇനി വേറെ കാമുകി ഉണ്ടോ എന്നൊക്കെ ചർച്ച നടക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ ഷാക്കീർ ലൈവിൽ വരുന്നു, ഭയങ്കര പൊട്ടിക്കരഞ്ഞുകൊണ്ടോ വിഷമിച്ചുകൊണ്ടോ ലൈവിൽ വരുന്നു. എന്നിട്ട് പറയുന്നു, എന്നെ ഈ പെൺകുട്ടി ചതിച്ചു, ഞാനുമായിട്ട് പ്രണയത്തിലായിരുന്നു, പിന്നീട് ആ പെൺകുട്ടി പിന്മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കോളേജ് കാമുകന്മാരെ പോലെ, എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് നേരത്തെ ഒരു വൈഫ് ഉണ്ടെന്നോ, കുട്ടി നേരത്തെയും 2 വിവാഹം കഴിച്ചതാണെന്നോ, ഒരു വൈഫ് ഉണ്ടെന്നുള്ളതോ ആ ഭാവത്തിൽ ഒന്നുമല്ലാതെ ഈ പെൺകുട്ടിയായിട്ട് ഭയങ്കര അഗാധമായ പ്രണയത്തിൽ ആദ്യമായിട്ട് ഏർപ്പെടുന്ന പോലെ ആണെന്നും ആ പെൺകുട്ടി കാല് മാറി ഇദ്ദേഹത്തിന് തേച്ചു എന്നൊക്കെ ഉള്ള പോലെ ഒരു വീഡിയോ ചെയ്യുന്നു. അത് ഭയങ്കര വിവാദമാവുന്നു. ആ പെൺകുട്ടിക്കും അത് വളരെ മോശമായി തീരുന്നു. എന്തായാലും ആ സമയത്തും ഇദ്ദേഹത്തിന് ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ആ വീഡിയോ ഒക്കെ റിമൂവ് ചെയ്തു പോകുന്നു, ആ പെൺകുട്ടിയായിട്ടുള്ള ബന്ധമൊക്കെ മാറുന്നു. അപ്പോൾ ആ സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ, ഒരുപാട് ഇന്റർവ്യൂകളൊക്കെ വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാഗം വളരെ ക്ലവറായിട്ട് ന്യായീകരിക്കുന്നുണ്ട്. എന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണ്ടേ, വൈഫുണ്ട്, ഞാൻ വൈഫിനെ നോക്കുന്നുണ്ടല്ലോ, എന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന വേറെ കാര്യമാണ് ഇത് എന്നൊക്കെയുള്ള രീതിയിൽ മല്ലു ട്രാവലർ സംസാരിക്കുന്ന ഇന്റർവ്യൂകളൊക്കെ ഭയങ്കര വിവാദമായിരുന്നു ആ സമയത്തും പിന്നീടും അദ്ദേഹം വീഡിയോകൾ ചെയ്യുന്നുണ്ട്, വ്യൂസ് ഒക്കെ അത്യാവശ്യമുണ്ട്. പക്ഷെ ഇടയ്ക്കൊക്കെ കുറഞ്ഞു പോകുന്നുണ്ട്, പഴയ ആ ഒരു ഓളം കുറഞ്ഞു വരുന്നുണ്ട്. അത് എല്ലാ യൂട്യൂബേഴ്സിനും, ഇപ്പൊ ആ സമയത്ത് ട്രാവൽ വ്ളോഗൊക്കെ തുടങ്ങിയ എല്ലാ യൂട്യൂബേഴ്സിനും പിന്നീട് കുറച്ചൊക്കെ വ്യൂസ് കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രാവൽ വീഡിയോസിൽ എല്ലാത്തിലും ഈ നോർത്ത് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളും, നോർത്ത് ഈസ്റ്റ് ആണെങ്കിലും നോർത്ത് ഇന്ത്യ ആണെങ്കിലും സൗത്ത് ഇന്ത്യ ആണെങ്കിലും എല്ലാ സ്ഥലങ്ങളും നമ്മൾ ഈ ട്രാവൽ വ്ളോഗ് കണ്ട് നമ്മൾ കണ്ട പോലെ കണ്ടു തീർത്തൊരു സ്ഥലമായി തീർന്നു. ഇനി നമുക്ക് പുതിയൊരു വ്ളോഗ് അതേ സ്ഥലത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് നമ്മൾ കണ്ടതല്ലേ എന്നുള്ള ഭാവത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ ആളുകൾക്ക് പൊതുവെ ഈ ട്രാവൽ വ്ളോഗിനോടുള്ള ഒരു ഇഷ്ടം, ഒരു താല്പര്യം പഴയ പോലെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കൊറോണ കാലത്തൊക്കെ നമ്മൾ ഒരുപാട് വീട്ടിൽ അടച്ചിരുന്ന സമയമാണ്. അപ്പൊ നമുക്ക് യാത്രയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. ആ സമയത്തൊക്കെ ഇവര് പല സ്ഥലങ്ങളും നമുക്ക് കാണിച്ചു തരാണ്, പല യാത്രകളും കാണിച്ചു തരാണ്. അപ്പൊ നമ്മളത് ഒരുപാട് ആസ്വദിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഈ കൊറോണ കഴിഞ്ഞ സമയത്ത് നമ്മളെല്ലാവരും ഈ വീട്ടിൽ അടച്ചിരുന്ന സാധാരണക്കാരെല്ലാവരും യാത്ര ചെയ്യാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ കൊറോണ കാലത്തിന് ശേഷം എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ ഈ ടൂർ പോകുന്നു, ഫാമിലി ആയിട്ട് ടൂർ പോകുന്നു. പണ്ടൊന്നും വീടിന് പുറത്തിറങ്ങാൻ പോലും മടിച്ചിരുന്ന ആളുകളാണെന്ന് ഓർക്കണം. ഈ ട്രാവൽ വ്ളോഗേഴ്സിന്റെ ഒരു സ്വാധീനം കൊണ്ടും ഒക്കെ ആയിരിക്കണം എല്ലാവരും ഒരുപാട് യാത്രകൾ ചെയ്തു, എല്ലാ സ്ഥലങ്ങളും കണ്ടു എന്നുള്ള പോലെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ കണ്ടു തീർത്തു ഈ കൊറോണയ്ക്ക് ശേഷം എന്നാണ്. അപ്പൊ പിന്നീട് പൊതുവേ നമുക്ക് ഈ ട്രാവലിനോടൊരു മടുപ്പ്, ട്രാവൽ വ്ളോഗേഴ്സ് ഇടുന്ന വീഡിയോയ്ക്ക് ഒരു മടുപ്പ് എന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് പറയാം. അപ്പൊ ആ ലെവലിലാണ്. ഇപ്പൊ നമ്മൾ സുജിത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സുജിത്തിന് പണ്ട് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു, 2 ലക്ഷം 3 ലക്ഷം 10 ലക്ഷം ഒക്കെ വ്യൂസ് ഉണ്ടായിരുന്നു. അവർ ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ നടത്തിയ സമയത്ത് എമിലും സുജിത്തും ഒക്കെ കൂടെ നടത്തിയ സമയത്ത് ഒത്തിരി വ്യൂസ് അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴും സുജിത്ത് പിന്നീട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ നേടിയെടുത്തു വെച്ചാലും ഇപ്പോഴും അവർക്ക് ആ വ്യൂസേ ഉള്ളൂ, അല്ലെങ്കിൽ
അല്ലെങ്കിൽ അതിലും കുറവ് വ്യൂസേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതൊരു ആളുകൾ അത് കണ്ട് ഈ ട്രാവലൊക്കെ ആളുകൾക്ക് ഒരു സാധാരണ സംഭവം ഒരു ആ ലെവലിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കണം. എന്തായാലും മല്ലു ട്രാവലിനും പിന്നീട് കുറച്ചൊക്കെ വ്യൂസ് കുറഞ്ഞു വരാൻ തുടങ്ങി. ആ സമയത്ത് അദ്ദേഹത്തിന് വീണ്ടും അടുത്ത വിവാദം വരികയാണ്. ആ വിവാദം എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു പ്രശ്നമുള്ള അല്ലെങ്കിൽ കേസൊക്കെ വന്നൊരു വിവാദമായിരുന്നു. അദ്ദേഹം ഒരു സൗദി വനിതയോട് വളരെ മോശമായിട്ട് പെരുമാറി എന്നുള്ളതായിരുന്നു ആ വിവാദം. ആ പെൺകുട്ടി ഇവിടെ ആ പെൺകുട്ടിയായിട്ട് ഒന്നിച്ച് ജീവിക്കുന്ന ഒരാളുടെ കൂടെ ഇന്ത്യയിൽ വന്ന സമയത്ത് മല്ലു ട്രാവലറെ ഈ ഷക്കീറിനെ പരിചയപ്പെടുകയും ആ ഷക്കീർ ആ പെൺകുട്ടിയോട് മോശമായ രീതിയിൽ ബിഹേവ് ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി ഒരു കേസ് കൊടുത്തു. അത് ഭയങ്കര കേസായിരുന്നു. കാരണം അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി, ഇന്ത്യയും സൗദിയും തമ്മിലുള്ള പ്രശ്നമായി മാറുന്നൊക്കെ ഉള്ള പോലെ. നമ്മൾ ഈ യൂട്യൂബേഴ്സിനൊക്കെ എതിരെ കേസ് വരുമ്പോൾ യൂട്യൂബിലൊക്കെ നമ്മൾ അത് കിടന്ന് ഒരുപാട് ആളുകളെ ഒരുപാട് അത് ആഘോഷിക്കും. അതോടുകൂടി അത് വലിയ ചർച്ചകളാവുന്നു. അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്നൊക്കെ ഉള്ള പോലെ ആ ലെവലിലേക്കൊക്കെ മാറുകയാണ്. അപ്പൊ എന്തായാലും അതൊരു വലിയ കേസായിരുന്നു. അതോടുകൂടെ ഈ ഷക്കീറിന്റെ പ്രതാപം തീർത്തും നശിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നീട് ഷക്കീറിന് വളരെ 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 വ്യൂസ് കുറഞ്ഞു. അതിന്റെ ഇടയിൽ ഇദ്ദേഹത്തിന്റെ ഈ രണ്ടാമത്തെ ഭാര്യ, ഇപ്പൊ കൂടെയുള്ള ഭാര്യ ബൽക്കീസ് എന്ന് പറയുന്ന പെൺകുട്ടി, അവര് ആദ്യമൊക്കെ തീരെ ആളുകളുടെ മുന്നിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് മുഖമൊക്കെ മറച്ച രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടൊക്കെയായിരുന്നു ആദ്യം വീഡിയോ ചെയ്തിരുന്നത്. പിന്നീട് ആ പെൺകുട്ടി സാധാരണ പോലെ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നു, ആളുകളുടെ മുന്നിൽ വരാൻ തുടങ്ങുന്നു, പിന്നീട് യാത്രകൾ ചെയ്യാൻ തുടങ്ങുന്നു, ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്യാൻ തുടങ്ങുന്നു, ബൈക്ക് ഓടിക്കാൻ തുടങ്ങുന്നു, കാർ ഓടിക്കാൻ തുടങ്ങുന്നു. ഭയങ്കര ഒരു നല്ലൊരു ലെവലിലേക്ക് മാറുന്നു. ഏറ്റവും ഉയർച്ച വരുന്നു. എല്ലാ ഉയർച്ചയ്ക്ക് ഒരു താഴ്ച ഉണ്ട് പറയില്ലേ, അതേപോലെ ഒരു താഴ്ന്ന അവസ്ഥയിലേക്ക് ഷക്കീർ വരികയാണ്. ഷക്കീറിന് വളരെ വ്യൂസ് ഒക്കെ കുറഞ്ഞ് അദ്ദേഹത്തിന് യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ പോലും താല്പര്യമില്ലാത്ത വിധത്തിൽ ഒക്കെ ആയി മാറാണ്. പിന്നീട് ഇടയ്ക്കൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് മനഃപൂർവ്വം ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു നിങ്ങൾ ഞെട്ടിപ്പോകുന്നൊക്കെ ഉള്ള പോലത്തെ ക്യാപ്ഷനൊക്കെ ഇട്ടിട്ട് അദ്ദേഹം ഒരു വീണ്ടും ഉയർന്നു വരാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ശ്രമിക്കാറുണ്ടെങ്കിലും പൊതുവെ അദ്ദേഹത്തിന് വ്യൂസ് കുറവാണ് എന്ന് തന്നെ വേണം പറയാൻ. ഈ സമയത്ത് അദ്ദേഹം ഒരു പെർഫ്യൂം ഒരു ബിസിനസ് എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെയാണ്. ഇപ്പോൾ യൂട്യൂബൊക്കെ ഒരുവിധം വരുമാനമൊക്കെ കുറഞ്ഞു തുടങ്ങി, അല്ലെങ്കിൽ പഴയ യൂട്യൂബേഴ്സിനെയൊക്കെ ആളുകൾ കണ്ട് മടുത്ത് ഇപ്പൊ ആളുകൾക്ക് അത്ര കാണാൻ താല്പര്യമില്ലാത്തൊരവസ്ഥയ്ക്ക് വന്നതുകൊണ്ടും ആയിരിക്കാം എല്ലാ യൂട്യൂബേഴ്സും ഇതൊന്ന് വിട്ട് വേറെ ലെവലിലേക്ക് മാറാൻ പോവാണ്. ഈ നമ്മളെ ഫിറോസ് ചുട്ടിപ്പാറയൊക്കെ ആണെങ്കിലും അവര് എന്ന് പറഞ്ഞാൽ അത്ര വ്യൂസ് ഉള്ളൊരു അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബറാണ്. എന്നിട്ട് പോലും അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എനിക്ക് യൂട്യൂബ് കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റും തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ ഇനി വീഡിയോ ഇടുന്നത് വളരെ കുറവായിരിക്കും, ഞാൻ മറ്റൊരു ബിസിനസ്സിലേക്ക് തിരികെയാണെന്ന് പറഞ്ഞിട്ട് അത്ര വലിയൊരു യൂട്യൂബർ പോലും വേറെ ബിസിനസ്സിലേക്ക് തിരികെയാണ്. ഇപ്പോൾ ഫാമിലി വ്ളോഗേഴ്സ് ഒക്കെ ആണെങ്കിൽ എല്ലാവരും ഓൺലൈൻ ബൊട്ടീക്ക് തുടങ്ങുന്നു, അല്ലെങ്കിൽ കിഡ്സിന്റെ ഷോപ്പ് തുടങ്ങുന്നു, അങ്ങനെ എന്തെങ്കിലും ആഭരണ ബിസിനസ് തുടങ്ങുന്നു. അങ്ങനെ ഒരു വേറൊരു മാർഗം കൂടെ അവർ കണ്ടെത്തി കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഈ ഷക്കീർ ഒരു പെർഫ്യൂം ബിസിനസ് തുടങ്ങുകയാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ വൈഫാണ് തുടങ്ങുന്നത്. പക്ഷെ അദ്ദേഹം തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. വൈഫിന് അത്ര വീഡിയോ ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഇതിന്റെ പ്രൊമോഷൻ ഒന്നും അത്ര നടക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളിത് വാങ്ങി ഹെൽപ്പ് ചെയ്യണം, നല്ലതാണ്, നല്ല പ്രൊഡക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അദ്ദേഹം ഒരു വലിയ 1-2 പോസ്റ്റ് അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുകയാണ്. എനിക്ക് വലിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, അപ്പോൾ എനിക്കത് റിക്കവർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ ഇന്ന് തിരിച്ചു വരുമോ എന്ന് എനിക്കറിയില്ല, എല്ലാവരും അതിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ ഉള്ള പോലെ ഞാൻ എന്തായാലും തിരിച്ചു വരും എന്നൊക്കെ ഉള്ള പോലെ ആദ്യം ഒരു പോസ്റ്റ് ഇട്ടു. പിന്നീട് വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടു, ഞാൻ ഇതിന്ന് പുറത്ത് കിടക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, ഇതെന്റെ അവസാനം എന്റാണ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു പോസ്റ്റും അദ്ദേഹം ഇട്ടു. അപ്പൊ അതാണ് ഇപ്പൊ ഏറ്റവും വലിയ ചർച്ച. അപ്പോൾ അത് അദ്ദേഹത്തിന് ശരിക്കും ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണോ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്, അതോ ഇനി അദ്ദേഹം സാധാരണ പോലെ നെഗറ്റീവ് എഴുതിയിട്ട് പോസിറ്റീവ് ആക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് എഴുതിയിട്ട് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഇങ്ങനത്തെ പോസ്റ്റുകൾ ഇടുന്നതാണ്, അങ്ങനെ ഒരുപാട് നെഗറ്റീവ് കമന്റും അതിന്റെ അടിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പലരും പറയുന്നത് നിന്റെ അഹങ്കാരം ആയിരുന്നില്ലേ, നിനക്ക് അഹങ്കാരമായിരുന്നില്ലേ, നീ താഴെ വാ, താഴെ വരുമ്പോൾ നിനക്ക് മനസ്സിലാവും, ഇപ്പൊ നീ താഴെ വന്നോ, അങ്ങനെ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിനെ മോശമാക്കിക്കൊണ്ടുള്ള കമന്റുകളും വരുന്നുണ്ട്. അതിൽ അദ്ദേഹം ശരിക്കും ഒരു ഹെൽത്ത് ഇഷ്യൂ കൊണ്ട് തന്നെയാണ് ആ പോസ്റ്റ് ഇട്ട് വെച്ചാൽ ഇത്തരം കമന്റുകൾ വരുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണെന്ന് പറയാം. കാരണം ഒരുപക്ഷെ അദ്ദേഹം എന്തെങ്കിലും അസുഖം കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ നമുക്കറിയില്ല. അപ്പൊ ഇത്തരം ഒരു കമന്റുകൾ കൂടെ കാണുമ്പോൾ അത് ഷക്കീറിന് വളരെ കൂടുതൽ വിഷമം ഉണ്ടാക്കുക ചെയ്യുന്നുണ്ടാവുള്ളൂ. ചെറിയ കുട്ടികളാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരിക്കാം. നമ്മളൊന്നും അറിയാതെ വെറുതെ അതിന്റെ അടിയിൽ പോയിട്ട് അവരെ മോശമാക്കിയിട്ട് നീ അങ്ങനെ ചെയ്തോണ്ടല്ലേ നിനക്ക് ഇങ്ങനെ വന്നത് അങ്ങനെയൊക്കെ കമന്റ് ഇടുന്നത് വളരെ കഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യയ്ക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട്. അവര് ഒരു ക്യാൻസർ സർവൈവർ എന്ന് പറയാം. അതെ, അവർക്ക് ഒരുപാട് തരത്തിലുള്ള ക്യാൻസറുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവരതിനൊക്കെ വേണ്ടിയിട്ട് ഓൺലൈനിലൂടെ സഹായം അഭ്യർത്ഥിച്ചിട്ടൊക്കെ വീഡിയോകൾ ചെയ്യാറുണ്ട്. അവരെപ്പോഴും ഒരു ഓക്സിജൻ മാസ്ക് ഒക്കെ ഇട്ട് നടക്കുന്ന ഒരു ലേഡിയാണ്. അവരുടെ വീഡിയോസും വരാറുണ്ട്. അവരുടെ ഒരു നെഗറ്റീവ്, അവരുടെ അടിയിൽ വരുന്ന ഷക്കീറിന് വരുന്ന ഒരു കുറെ നെഗറ്റീവുകൾ, അങ്ങനെ നമ്മളെപ്പോഴും നമ്മളെ ലൈഫ് കൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇടുമ്പോൾ നമ്മൾ എന്തും നേരിടാൻ തയ്യാറാവണം എന്നുള്ളത് തന്നെയാണ്. എന്നാലും ഇത്തരം ശരിക്കും അദ്ദേഹം ഒരു അസുഖം കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ അവസരത്തിൽ ഇത്തരം മോശം കമന്റുകളൊക്കെ
ഒക്കെ അതിന്റെ അടിയിൽ പോയിട്ട് ഇടുന്നത് എന്തായാലും വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇത്തരം നെഗറ്റീവുകൾ ഇടുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക, അത് ആർക്കും വരാവുന്നേ ഉള്ളൂ, അസുഖമാണെങ്കിലും എന്താണെങ്കിലും ആർക്കും വരാവുന്നേ ഉള്ളൂ എന്നാണ്. എന്തായാലും അദ്ദേഹത്തിന് ഒരു അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഹെൽത്ത് ഇഷ്യൂ തന്നെയാണ് അവർ ആ പോസ്റ്റിൽ അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ തിരിച്ചു വരട്ടെ എന്നേ പറയാൻ, തിരിച്ച് അദ്ദേഹം റിക്കവർ ചെയ്ത് അസുഖത്തിൽ നിന്നൊക്കെ പുറത്ത് കിടക്കട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് അഹങ്കാരമുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഫലം കിട്ടണം അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഓരോ മനുഷ്യന്മാരുടെ മനസ്സ് ഓരോ പോലെ ആയിരിക്കും. ചില സമയത്ത് അവർ നല്ല രീതിയിൽ ചിന്തിക്കും, ചില സമയത്ത് നമ്മളറിയാതെ അഹങ്കാരം, നമ്മളെ കയ്യിൽ കുറെ പണം വരുമ്പോൾ പണം കൊണ്ട് എന്തും നേടാം, അങ്ങനത്തെ ഒക്കെ അഹങ്കാരം ചിലപ്പോൾ വന്നു പോയിക്കൂടായികയില്ല. അതുകൊണ്ട് അദ്ദേഹം ആ സമയത്ത് ഒരു നിലവിട്ട രീതിയിൽ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് വെച്ചിട്ട് നമ്മൾ എപ്പോഴും ഒരാളെ വിലയിരുത്തേണ്ടിയും താഴ്ത്തേണ്ടിയും കാര്യമില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖമാണെങ്കിൽ തിരിച്ചു വരട്ടെ. അദ്ദേഹത്തിന്റെ ചെറിയ 2 കുട്ടികളുണ്ട്, വൈഫുണ്ട്, ഒരുപാട് ജീവിതം മുന്നോട്ട് കിടക്കുന്ന ചെറുപ്പമായിട്ടുള്ള പ്രായമാണ്. നല്ലൊരു ജീവിതം ഇനിയും കിട്ടട്ടെ എന്നേ പ്രാർത്ഥിക്കാനുള്ളൂ. എന്തായാലും ഇത് ഒരുപാട് പേര് കണ്ടന്റ് ആക്കിയിട്ട് എന്ത് പറ്റി എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇത് വളരെ നിസ്സാരമായിട്ട് അവർക്കൊരു മറുപടി കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ. ഇനി അവരത് റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണോ എന്നും പറയാൻ പറ്റില്ല. എന്തായാലും എല്ലാവർക്കും നന്ദി.